കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഉത്തര നക്ഷത്രത്തിന്റെ ദശാനാഥൻ സൂര്യൻ ആദിത്യനാണ്. ഇവരുടെ ദശാനാഥൻ, ഇവരുടെ ജനനം ആദിത്യ ദശയിലാണ്. ഈ ആദിത്യ ദശയെ തുടർന്ന് ഇവർക്ക് ചന്ദ്രദശ, പിന്നെ ചൊവ്വാദശ, പിന്നെ രാഹുർദശ, പിന്നെ വ്യാഴം, പിന്നെ ശനി, പിന്നെ ബുധൻ, ഇങ്ങനെയാണ് ഇവരുടെ ദശാനാഥൻ പോകുന്നത്. വിവാഹത്തിന്, ഗ്രഹം ചമയ്ക്കുക, ഗ്രഹപ്രവേശം, ഇതിനൊക്കെ പറ്റിയ നാളുകളാണ് ഈ ഉത്തര നക്ഷത്രക്കാർക്ക്. പൂരോരുട്ടാതി, തിരുവാതിര നക്ഷത്രക്കാരുമായിട്ടുള്ള പ്രവർത്തനങ്ങളോ കൂട്ടുവീഴ്ചയോ ഒന്നും ഇവർക്ക് നല്ലതല്ല. ഉത്തര നക്ഷത്രത്തിന്റെ ദശാനാഥൻ ആദിത്യനായതുകൊണ്ട് ഇവർക്ക് ഈ നാളുകാർക്ക് പിത്തജ്വരം, പിത്തം കൊണ്ടുള്ള പനി, തലവേദന, കഴുത്തുവേദന, രക്തചാപം, രക്തം നഷ്ടപ്പെടുന്ന രോഗം, മനഃശാഞ്ചല്യം മൂലമുള്ള രോഗം, മനസ്സിന് കഠിനമില്ലാതെ ചന്ദ്രന് ബലക്കുറവ് വരുന്ന പോലെ മനസ്സിനൊട്ടും ശക്തിയില്ലാതെയുള്ള രോഗം, അസ്വസ്ഥത, ഉന്മാദം, മോഹാത്സ്യം, അസ്ഥിഭംഗം, സർവാംഗ പീഡ, നാഡീവീക്കം, ശരീരം കോച്ചല് ഇത്യാദികളൊക്കെ അനുഭവപ്പെടുന്നൊരു ഇതാണ്. കയ്പ്പൻ പടവലത്തിന്റെ വെള്ളരിക്കിൻ്റെയോ കയ്പ്പൻ പടവലത്തിന്റെ ഭുജങ്ങൾ മുറിച്ച് 3 ഭുജം എടുക്കുക, അല്ലെങ്കിൽ വെള്ളരിക്കിന്റെ തണ്ടെടുത്തിട്ട് ഭുജത്തിൽ ബന്ധിക്കുന്നതും അതുകൊണ്ടുള്ള സുഖം പ്രാപിക്കുന്നത്, അന്നദാനവും ഉത്തമ ഫലം ചെയ്യുന്നതാണ്. മൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നത് വളരെ നല്ലതാണ്. എരിക്കൻ ചമത കൊണ്ട് ഭദ്രകാളി ഹോമം ചെയ്യുക. ഇതെല്ലാം വളരെ ആശ്വാസകരമായ കാര്യങ്ങളാണ്. ഒപ്പം തന്നെ നിങ്ങളുടെ ജാതകം പരിശോധിച്ച ജാതകത്തിലുള്ള ആ സമയത്തുണ്ടാകുന്ന രോഗാദി ദുരിതങ്ങൾ ഏതൊക്കെയാണെന്ന്, ദിശാനാഥന് ഏതൊക്കെ രോഗദുരിതങ്ങളാണ് കൊണ്ടുതരുന്നതെന്നും കൂടെ പരിശോധിച്ചുകൊണ്ട് നിങ്ങൾ അതിനു വേണ്ട പരിഹാരങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നിങ്ങളുടെ സമയത്തിൽ നിങ്ങൾക്ക് ഓരോ ദശാനാഥന്മാരും കൊണ്ടുതരുന്ന രോഗങ്ങളുണ്ട്. ഓരോ സമയത്തും ഓരോ ദശാനാഥന്മാരാണ് നിങ്ങൾക്ക് രോഗാദി ദുരിതങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ മുൻകൂട്ടി അത് കണ്ടുകൊണ്ട് അതിന് പരിഹാരങ്ങളും അതിന് വഴിപാടുകളും അതിന് പ്രാർത്ഥനകളും ആ ദേവതോപാസനകളും ചെയ്ത ഓരോ ദശാനാഥനും ഓരോ ദേവതകളും ഓരോ മന്ത്രങ്ങളും ഓരോ പ്രാർത്ഥനകളും ഉണ്ട്. അതിനെ നമ്മൾ ചെയ്തുകൊണ്ട് ആ സമയത്ത് നമ്മൾ അതിനു വേണ്ട പരിഹാരങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും ഈ രോഗാദി ദുരിതങ്ങൾക്ക്, ഇപ്പോൾ ഷുഗർ വരും എന്നുള്ളത് ഹെറിഡിറ്ററി ആണ്. നിങ്ങളുടെ പാരമ്പര്യമാണെങ്കിലും ഏത് സമയത്ത് ഏത് നാളുകാർക്ക് ഷുഗർ വരും എന്ന് നമുക്കറിയാലോ. അപ്പൊ ആ സമയത്ത് ഏത് പ്രായത്തിലാണ്, ചിലർക്ക് കുട്ടികൾക്ക് പോലും ഇപ്പോൾ ഷുഗർ വരുന്നുണ്ട്. അപ്പൊ അത് വരുമെന്ന് കണ്ടുകൊണ്ട് മുൻകൂട്ടി നമ്മൾ കുട്ടിയുടെ ജാതകം എഴുതുമ്പോൾ അതിന് പരിഹാരങ്ങൾ തുടക്കത്തിലേ ചെയ്ത ഷുഗർ വരാം. മുൻജന്മ ദോഷമാണ് ഷുഗറൊക്കെ നമുക്ക് ഈ ജാതകത്തിൽ വരുന്നത്. അതിന് നമ്മൾ പരിഹാരങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കതിന് മാറ്റങ്ങൾ ഉണ്ടാകും.